ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് താമസിച്ചാണ് എഴുന്നേറ്റതേ. പിന്നെ കുഞ്ഞിനെ ഇച്ചിരി നേരം കൊഞ്ചിച്ചേ. ഭയങ്കര ചിരിയും ബഹളമായിരുന്നു. പിന്നെ നേരെ അടുക്കളയിലോട്ട് ഞാനങ്ങ് പോയേ. ഇന്ന് പൂട്ടിയും കപ്പയാണ് വേവിക്കുന്നത്. സഹായത്തിന് ചേട്ടായും കൂടെ ഉണ്ട്. ചേട്ടാ എനിക്ക് കഴുകി പെറുക്കി തന്നെ. തിളച്ച വെള്ളത്തിലും കൂടെ ഒന്ന് കഴുകുന്നുണ്ട്. എന്തെങ്കിലും ചൊവയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണേ. പിന്നെ മസാലയെല്ലാം ചേർത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി എല്ലാം ചേർത്ത് അടുപ്പിലോട്ടങ്ങ് വെച്ചേ. ഇച്ചിരി കരിയാപ്പിലയും ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ സവോളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം പൊളിച്ചുകൊണ്ട് അരിയാൻ പോയേ. കൂടെ ഞാൻ ബീൻസ് കയറും കൂടെ അരിഞ്ഞ് വെക്കുന്നുണ്ടേ. അത് വൈകുന്നേരത്തേനാണേ. ഒരുമിച്ച് പണി തീർന്നിരിക്കുമല്ലോ. എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിലോട്ടങ്ങ് കയറ്റി വെക്കുവേ. അതാകുമ്പോൾ പിന്നെ ഒരു പൊടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞാൽ പണി എളുപ്പമായിരിക്കും. പിന്നെ അരിഞ്ഞെല്ലാം പെറുക്കിയിട്ട് വന്നപ്പോഴത്തേന് കുക്കറിൽ നിന്ന് വെള്ളമെല്ലാം തെറിച്ച് അവിടെ എല്ലാവരും. പിന്നെ ഞാൻ ലിക്വിഡ് ഇട്ട് നല്ലതായിട്ടൊന്ന് കഴുകിയേ. അല്ലെങ്കിൽ പിന്നെ ഉറുമ്പ് കയറും, അതുകൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേന് ഒരു ഗ്ലാസ് ചായ കുടിക്കാമെന്ന് ഓർത്തു. ഒരു ഗ്ലാസ് ചായ കുടിച്ചേ. അപ്പോഴത്തേന് എല്ലാം അരിഞ്ഞ് പെറുക്കി എല്ലാം റെഡിയായിരുന്നു. പിന്നെ എല്ലാം വഴറ്റാൻ വേണ്ടി അടുപ്പിലോട്ടങ്ങ് വെച്ചു. ചേട്ടാനെ ഏൽപ്പിച്ചിട്ട് പിന്നെ ഞാൻ കപ്പ പൊളിക്കാൻ വേണ്ടി ഇരുന്നേ. അപ്പം സവോള ഇതെല്ലാം വഴന്നു വന്നു. അപ്പോഴത്തേന് ചേട്ടനെ മസാല ചേർക്കാൻ വിളിച്ചേ. ചേട്ടൻ ചേർത്തതിന് ശരിയാകില്ല, എന്തെങ്കിലും അല്ലെങ്കിൽ കൂടിയോ കുറഞ്ഞോ പോവും. അതുകൊണ്ട് ഞാൻ തന്നെയാണ് മസാലയൊക്കെ ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മീറ്റ് മസാല എല്ലാം ചേർത്ത് മൂത്ത് വന്നപ്പോഴത്തേന് പിന്നെ പൂട്ടി അങ്ങ് ചേർത്ത് കൊടുത്തേ. ഇത്തിരി വെള്ളം കളയുന്നില്ല, എന്നാലും ജസ്റ്റ് ഒരു ഫ്രൈ പോലെ, ഒരു പിരളം പോലെ ആക്കി എടുക്കുന്നുണ്ടേ. എന്നാലും കപ്പയ്ക്ക് അല്ലെങ്കിൽ ഒത്തിരി ഫ്രൈ ആക്കി ഞാൻ കപ്പയ്ക്ക് പറ്റുകയില്ല. പിന്നെ എന്തെങ്കിലും ഇതൊരു ചാറ് വേണ്ടേ. അപ്പോഴത്തേന് ടേസ്റ്റ് നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നേ. ആ കുരുമുളകിൻ്റെ ആ ചുവ എല്ലാം കയറി വന്നാൽ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അപ്പത്തിന് കപ്പയെല്ലാം റെഡിയായിരുന്നേ. പിന്നെ ഞാനും കുഞ്ഞിനും ചേട്ടയും കൂടെ കഴിക്കാനിരുന്നേ. കുഞ്ഞിനപ്പം ബഹളമാണ് കടന്ന് കൊടുക്കാൻ വേണ്ടിയാണ്. എരിവായതുകൊണ്ട് ഞാൻ വേറെ അവന് പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്, അതാണ് കൊടുത്തത്. സ്പൂണും കൊണ്ട് കോരി കൊടുത്തു. അത് കഴിയുമ്പോഴത്തേന് ഭയങ്കര നികള. എൻ്റെ അടുത്ത് വന്ന് കുറച്ച് നേരം കയറി നിന്ന് കളിച്ചു. പിന്നെ ഞാനൊന്ന് കുളിക്കാനൊക്കെ പോയേ. കുളിച്ചിട്ട് വന്നപ്പോഴത്തേന് ഞാൻ പിന്നെ ബീട്രൂട്ട് ഫേസ് പാക്ക് ഇട്ടു. വേറെ ഒന്നുമല്ല, ഞാൻ പള്ളിയിൽ പെരുന്നാളാണ്, അതിന് വേണ്ടി പോകാൻ വേണ്ടിയാണ് റെഡിയാകുന്നത്. നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തേ. നമ്മുടെ ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ആയിക്കോളൂ. ഇത് ബ്രൈറ്റൻ ചെയ്യുന്നൊരു ഫേസ് പാക്കാണ്. പിന്നെ ഞാൻ വൈകുന്നേരം ആയപ്പോഴത്തേനും ഒരുങ്ങി. ഇത് വാട്ടർ ഗേളിൻ്റെ പെർഫ്യൂമാണ് അടിക്കുന്നത്. നല്ല മണമാണ്. ഇത് മീഷോയിൽ നിന്ന് മേടിച്ചാണ്. അതേം പിന്നെ ഞാൻ അങ്ങ് ഇറങ്ങി. ചേട്ടായി പിന്നെ പെരയൊക്കെ പൂട്ടിയിട്ട് പതുക്കെ പുറകെ ഇറങ്ങി വന്നേ. താഴെ ഒരു വീടിൻ്റെ മുറ്റത്താണ് ബൈക്ക് വെക്കുന്നത്. ശകലം അങ്ങ് ഇറങ്ങിപ്പോണേ. ഇരുട്ടായതുകൊണ്ട് പിന്നെ ഞാൻ ലൈറ്റ് ഒഴിച്ചുകൊണ്ട് ഫ്രണ്ടിലങ്ങ് പോയേ. പിന്നെ പള്ളി ഞങ്ങൾ ചെന്നു. അടിപൊളിയായിരുന്നു പള്ളി അലങ്കരിച്ചേക്കുന്നതൊക്കെ കാണാനേ. സൂപ്പറായിരുന്നു കാണാൻ. മാതാവിനെയാണെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ പള്ളിയിലോട്ടൊന്ന് കയറിയേ. പള്ളിയിൽ മാതാവിൻ്റെ അടുത്ത് ചാർന്നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. ആ ഫാൻ കാണാൻ വേണ്ടി ഞാൻ പ്രത്യേകം ഒന്ന് കയറിയത്. വലിയ ഫാനാണേ. കണ്ട ചെറുതാന്ന് തോന്നുന്നില്ല. ആ ഫാൻ ഇട്ട ആ പള്ളി നിറച്ചും കാറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഫാനാണേ. കണ്ട ചെറുതാന്ന് തോന്നുന്നെങ്കിൽ വലിയ ഫാനാണേ. അപ്പോഴത്തേനും ട്രാസ കയറി വരുന്നുണ്ടായിരുന്നേ. ട്രാസ ചെണ്ടമേളം പിന്നെ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്ന ഞാനേ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോഴത്തേനും പിന്നെ മാതാവിൻ്റെ രൂപമാണ് വണ്ടിയിൽ കൊണ്ടിരുന്നത്. പുറകെ അച്ഛനും അൽത്താരവാലന്മാരൊക്കെ ഉണ്ട്. മുന്തിരിക്കുമൊക്കെ പോച്ചാണ് വരുന്നത്. അത് കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയുണ്ടായിരുന്നു. ഞാൻ കുറേ നേരം നോക്കിയിരുന്നു. പിന്നെ ചേട്ടായി കൂട്ടുകാരനെ കണ്ടു. എന്ത് വാചകോടിയായിരുന്നു. അപ്പോഴത്തേനും ആകാശവിസ്മയം തുടങ്ങി. ഇത്രയും നാൾ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ആകാശവിസ്മയം ഇതായിരുന്നു എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 1/4 മണിക്കൂർ നിർത്താതെയുള്ള വിസ്മയമായിരുന്നു. കണ്ട് നിൽക്കാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ചെറുപറാന്ന് പറഞ്ഞായിരുന്നു കൂട്ടുന്നു. കണ്ടാൽ ചെറിയ രീതിയിലാണെന്ന് നല്ല രീതിയിലുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. ഞാനും കുഞ്ഞിനും ചേട്ടായും കൂടെ അവിടെ ഇരുന്ന് അങ്ങ് കണ്ടേ. നല്ല രസമുണ്ടായിരുന്നു. കുഞ്ഞൻ കുറേ നേരം കണ്ടു. അതേമിത്തേനും അവൻ കരയാൻ തുടങ്ങിയേ. പിന്നെ കടയിൽ കയറി കുറച്ച് സാധനം പലഹാരം, എനിക്ക് കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ മേടിച്ചേ. കുഞ്ഞിനൊരു വാവയും മേടിച്ചായിരുന്നു. കുഞ്ഞിനതിവിടെ വന്നിരുന്ന് എടുത്ത് ഭയങ്കര കളിയായിരുന്നേ. അതിനെ ഓടിക്കാനോ പെറുക്കാനൊക്കെ തുടങ്ങുമായിരുന്നു. പോ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണെങ്കിൽ ഇതിക്കൂട്ട് കളിപ്പാട്ട് ആദ്യമായിട്ട് അവൻ മേടിച്ച് കൊടുത്തു. അത് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടെ. തട്ടുപോയി എന്നാടൊക്കെ കാണിക്കുമായിരുന്നു കിടന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാവേ. ഓക്കേ.